നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ക്രീൻ പ്ലേ ഇല്ലേ, ഇത് ഷൂട്ട് ചെയ്യാതെ തന്നെ സിനിമയായിട്ട് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? നമസ്കാരം, ഞാൻ അമലക്ഷി. ഞാൻ എന്തിനാണ് ഐറ സ്റ്റാർട്ട് ചെയ്തത്, എന്താണ് അതിന് പിന്നിലുള്ള വിഷൻ ഇല്ലേ? പല ആൾക്കാരും ചിലപ്പോൾ അത് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാനൊരു കഥ പറയാം. അതായത് പണ്ട് കാലത്ത് മാധ്യമപ്രവർത്തകരെന്ന് പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് നിലയും വിലയും ഒക്കെയുള്ള ഒരു പ്രിവിലേജുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരായിരുന്നു. കാരണം അന്ന് അവരായിരുന്നു ഡിസൈഡ് ചെയ്തിരുന്നത് ജനങ്ങൾ എന്തറിയണം, ജനങ്ങൾ എന്തറിയാൻ പാടില്ല എന്നുള്ള കാര്യം. എന്നാൽ ആ കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് ഇന്ന് നമ്മുടെ പുതിയ തലമുറ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ മാപ്ര എന്ന് വിളിച്ച് കളിയാക്കുന്നത്. സോഷ്യൽ മീഡിയ മാത്രമല്ല, പണ്ട് കാലത്ത് മന്ത്രിമാർക്ക് വരെ പത്രക്കാരെ പേടിയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ പല മന്ത്രിമാരും അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാരും കടക്ക് പുറത്ത് എന്ന് വരെ പറഞ്ഞിട്ട് പത്രക്കാരെ പുച്ഛിച്ച് വിടുകയാണ് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചത്? സിമ്പിളാണ്. പണ്ട് അവർക്കുണ്ടായിരുന്ന ആ ഒരു പ്രിവിലേജ്, ജനങ്ങൾ എന്തറിയണം, ജനങ്ങൾ എന്തറിയാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന ആ ഒരു പ്രിവിലേജ് ഇന്ന് അവർക്കില്ല എന്നുള്ളതാണ്. അതായത് ഏതൊരു സാധാരണക്കാരനും ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം സമൂഹത്തിൻ്റെ മുന്നിലേക്കും ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്കും എത്തിക്കണമെങ്കിൽ ഇന്ന് പത്രക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. തൻ്റെ സെൽഫോൺ എടുത്തിട്ട് അതിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒരു വീഡിയോ ചെയ്താൽ മതി, അത് ജനങ്ങൾ അറിയും അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതായത് മീഡിയക്കാർക്ക് പണ്ടുണ്ടായിരുന്ന പ്രിവിലേജ് ഇപ്പോൾ ഇല്ല എന്നുള്ളത്. എന്നാൽ നമ്മൾ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ സിനിമാക്കാർക്ക് പണ്ട് എന്തായിരുന്നു പ്രിവിലേജ് ഉണ്ടായിരുന്നത്, അതേ പ്രിവിലേജ് ഇപ്പോഴും വലിയ മോശമൊന്നും സംഭവിക്കാതെ നിലനിൽക്കുന്നുണ്ട്. കാരണം വളരെ സിമ്പിളാണ്. ഇന്നും സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖലയിലേക്ക് എല്ലാവർക്കും ഒന്നും ആക്സസ് ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് കുറേയധികം കഴിവുള്ള ടാലൻ്റുള്ള ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിളാണ്. അത് കേരളത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും ആ ഒരു സാധനം ഇപ്പോൾ ആരാണോ അത് കൈയടക്കി വെച്ചിരിക്കുന്നത് അവരുടെ കയ്യിൽ മാത്രമാണ് അതുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും ആക്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രിവിലേജ് ഇപ്പോഴും അവർക്കിടയിലുണ്ടെന്ന് കാണാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ കുറച്ച് ചാനലുകളും അവിടെ കുറച്ചധികം കണ്ടൻറ് ക്രിയേറ്റേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സോഷ്യൽ മീഡിയ വന്ന സമയത്ത് നാട്ടിലെ എല്ലാ ആൾക്കാരും കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ്. അവർ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ റവന്യൂ ഏൺ ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാൻവ വരുന്നതിന് മുമ്പ് എല്ലാവരും ഒന്നും ഡിസൈൻ ചെയ്തില്ലായിരുന്നു. കുറച്ച് ആൾക്കാർ മാത്രമേ ഡിസൈൻ ചെയ്യുന്നവരുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ക്യാൻവ എന്ന് പറയുന്ന ആ ഒരു ടൂൾ വന്ന സമയത്ത് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്യാത്ത ആൾക്കാരിലേക്ക് പോലും ഇത്തരത്തിൽ ഡിസൈനിങ് എന്ന് പറയുന്നൊരു സാധനത്തെ എത്തിക്കാനായിട്ട് സാധിച്ചു. ഇതുപോലെ തന്നെയാണ് ഐറ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിനെ ബിൽഡ് ചെയ്തുകൊണ്ട് സിനിമ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ അതിനെ എല്ലാ ആൾക്കാരിലേക്കും, അതായത് ടാലൻ്റ് ഉള്ള എല്ലാവർക്കും സ്വന്തം ലാപ്ടോപ്പിലൂടെ ഒരു സിനിമ എൻറ്റയർലി AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് അത് OTTകളിലേക്കും അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക പ്ലാറ്റ്ഫോംസിലേക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഡെമോക്രറ്റൈസിങ് സിനിമയെ ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഐറയിലൂടെ ഞാൻ മുന്നോട്ട് വെക്കുന്ന വിഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കാം, അതായത് ഇതൊക്കെ ഭാവിയിൽ ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങളല്ലേ, അതൊക്കെ പോട്ടെ, ഇപ്പോൾ എന്താണ് ഐറ ചെയ്യുന്നത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഐറ ചെയ്യുന്നതാണ് ഐറ പ്രീ വിഷ്വലൈസേഷൻ. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാണിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സിനാരിയോ എടുക്കാം. ഈ സ്ക്രിപ്റ്റ് എഴുതിയത് ഹനീഫ് അദീനെയാണെന്ന് വെച്ചോ. പുള്ളി ഒരു സിനിമയും ചെയ്തിട്ടില്ല, സിനിമയിലേക്ക് കയറാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ്. പുള്ളി ഇങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ എഴുതിയിട്ടുണ്ട്. പുള്ളിയുടെ മനസ്സിൽ എങ്ങനെയാണ് ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. പക്ഷേ പുള്ളി ഇന്ന് വരെ ഒരു സിനിമ ചെയ്യാത്തത് കൊണ്ടും ഫിലിം ഇൻഡസ്ട്രിയിൽ അധികം ആൾക്കാരുമായിട്ടൊന്നും ബന്ധമില്ലാത്തത് കൊണ്ടും പുള്ളിക്ക് ആ ഒരു പടം ഓണാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണെന്ന് വെച്ചോ. പുള്ളി ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ ഒരു സ്ക്രീൻ പ്ലേ ആയിട്ട് പല പ്രൊഡ്യൂസേഴ്സിനെയും പല ആക്ടേഴ്സിനെയൊക്കെ പോയി കാണുന്നു, കഥ പറയുന്നു. അങ്ങനെ കഥ പറയാൻ നേരം പുള്ളി ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് നല്ല ബെറ്റർ ആയിട്ടൊന്നും കഥ പറയാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും കഥയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അത് കേട്ട പ്രൊഡ്യൂസറിനോ അല്ലെങ്കിൽ ആക്ടറിനോ തോന്നുകയാണോ, ഇവന് കഥ പറയാനൊന്നും അറിയില്ല, അപ്പോൾ ഇവന് സിനിമയും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ സിനിമ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ ചിലപ്പം തള്ളി മാറ്റുന്നു. ഓക്കെ, ഇനി അടുത്തൊരു സിനാരിയോ. അതായത് ഹനീഫ് തന്നെയാണ്. പുള്ളി കുറേ പേരോട് കഥ പറഞ്ഞ് പുള്ളിയുടെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് സ്കിൽ അടിപൊളിയാക്കി.
അങ്ങനെ അടിപൊളിയാക്കിയിട്ട് ഒരു പ്രൊഡ്യൂസറിനോട് പോയിട്ട് കഥ പറഞ്ഞപ്പം ഗംഭീരമായിട്ട് പറഞ്ഞു. ആ കഥ കേട്ട സമയത്ത് പ്രൊഡ്യൂസർ കേട്ട് നല്ല അടിപൊളിയായി മൂടായി. പക്ഷേ പ്രൊഡ്യൂസറിന് കൺസേൺ, അതായത് ഇവൻ ഇതുവരെ സിനിമയൊന്നും ചെയ്തിട്ടില്ല, ഇവൻ അടിപൊളിയായിട്ട് കഥയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇതൊക്കെ ഇവന് ആക്ച്വലി സിനിമയായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ടെൻഷനും പ്രൊഡ്യൂസറിൻ്റെ മനസ്സിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ തുടക്കക്കാരനായിട്ടുള്ള ആ ഒരു ഡയറക്ടറും തൻ്റെ സ്കില്ല് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് പ്രൊഡ്യൂസറും ഈ പറയുന്ന പടത്തിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നല്ല സിനിമയാണോ എന്നറിയാതെ ടെൻഷൻ അടിക്കുന്നുണ്ടല്ലേ. ഈ രണ്ട് പേരുടെയും പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ് ഇവിടെ ഐറ പ്രീ വിഷ്വലൈസേഷൻ ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്തു നമുക്ക് നേരിട്ട് തന്നെ കണ്ടു നോക്കാം. അപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഐറയുടെ ആ ഒരു സ്റ്റേജിങ് ഡാഷ്ബോർഡിലേക്കാണ്. സ്റ്റേജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് എൻഡിൽ ഈ പറഞ്ഞ കണക്ക് ടെസ്റ്റിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്ന ഒരു ഡാഷ്ബോർഡാണ്. അപ്പോൾ ഇത് നിലവിൽ റിയൽ യൂസേഴ്സിന് അവൈലബിൾ അല്ല, നമ്മൾ പബ്ലിക്കലി ഇത് റോൾ ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കില്ല, പക്ഷേ നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഡാഷ്ബോർഡ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്താണ് പ്രീ വിഷ്വലൈസേഷൻ എന്ന് കാണാനാണ് വന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മാർക്കോ എന്ന് പറഞ്ഞൊരു സ്ക്രീൻ പ്ലേയുടെ ആ ഒരു സീൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു ക്യാരക്ടർ ചർച്ചിലേക്ക് വരുന്ന ആ ഒരു സീനാണ് അല്ലേ. അത് മാത്രം ഞാൻ നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡയറക്ടർ കോ പൈലറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പുതിയ ഫീച്ചർ കൊണ്ടുവരുന്നുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഡയറക്റ്റ് യുവർ ഫിലിം എന്ന് പറയുന്നുള്ള ആ ഒരു ഡാഷ്ബോർഡ് വരും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തിരക്കഥ, നിങ്ങൾ എത്ര തിരക്കഥയാണോ ഐറിയൽ എഴുതിയിട്ടുള്ള അത്രയും തിരക്കഥകൾ ഇവിടെ ലോഡായി വരുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുള്ള നിങ്ങളുടെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ആ ഒരു മാർക്കോ എന്ന് പറയുന്ന ആ ഒരു സ്ക്രീൻ പ്ലേയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് തന്നെ ആ ഒരു സീനെ മൊത്തത്തിൽ ഇത് AI സ്കാൻ ചെയ്തിട്ട് അതിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഈ ഒരു സീനിൽ ഇപ്പോൾ ക്യാരക്ടറായിട്ട് മാർക്കോ മാത്രമേ ഉള്ളൂ. അതായത് മാർക്കോ ആ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്ന് കാർ ഓടിച്ച് നിൽക്കുന്നു, കാറിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോകുന്നു, ഇതാണ് ആ സീൻ അല്ലേ. അപ്പോൾ അവിടെ മാർക്കോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മാർക്കോയുടെ ആ ഒരു ക്യാരക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ക്യാരക്ടർ എങ്ങനെ വേണം, ആ ഒരു ക്യാരക്ടറിൻ്റെ ലുക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്കിത് ഇവിടെ മാനുവലി എൻ്റർ ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ക്യാരക്ടറിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ്, ഏജ്, മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ മാനുവലി ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ കൊടുത്ത ആ ഒരു ഇൻപുട്ടിനനുസരിച്ചുള്ളൊരു ഇമേജ് ഇവിടെ ജനറേറ്റ് ആയി വരുന്നതായിരിക്കും. ആ ക്യാരക്ടറിനെ ആയിരിക്കും നിങ്ങൾ ആ ഒരു സീനിൽ കാണാനായിട്ട് പോകുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു റെഫറൻസ് ഇമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇത്തരത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റെഫറൻസ് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനൊരു റെഫറൻസ് ഇമേജ് തന്നെ ആ ഒരു മാർക്കോടെ ആ ഒരു ആക്ച്വൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു റെഫറൻസ് ഇമേജ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ സീനിൽ എത്ര ക്യാരക്ടർ ഉണ്ട് അത്രയും ക്യാരക്ടേഴ്സ് ഇവിടെ വരുന്നതാണ്. ഇതിൽ മാർക്കോ മാത്രമായതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ഷോർട്ട് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാമെങ്കിൽ ആ സ്ക്രീൻ പ്ലേയിൽ മൊത്തം എത്ര സീനുണ്ട്, നിങ്ങളുടെ തിരക്കഥയിൽ ഒരു 120 സീൻ ഉണ്ടെങ്കിൽ എല്ലാ സീനും ഇവിടെ വരുന്നതാണ്. അതിൽ ഏത് സീനാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് ആ സീൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അതാ നേരെ വന്നിട്ട് സീൻ 1 ഇൻറ്റീരിയർ ചർച്ച് എന്നുള്ള ആ ഒരു സീൻ സെലക്ട് ചെയ്യുന്നു. കാരണം നമ്മളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് ആ ഷോർട്ട് ലിസ്റ്റും അല്ലെങ്കിൽ ഷോർട്ട് ഡിവിഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം ആദ്യം തന്നെ നോക്കിയാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഏത് സീനാണ് ആ സീൻ്റെ സ്ക്രിപ്റ്റ് ഇതായി ഇവിടെ വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും വിക്ടറിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന പള്ളി, മഴ ശക്തമായി പെയ്യുന്നുണ്ട്, പള്ളി മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്ന കറുത്ത ഡിഫൻഡർ കാർ, വാഹനത്തിൻ്റെ ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആരോ പുറത്തേക്ക് ഇറങ്ങുന്നു, കൂടെ നിവർത്തി അയാൾ പള്ളിയുടെ കവാടം ലക്ഷ്യമാക്കി നടക്കുന്നു, മുഖം വ്യക്തമല്ല, വേഷം കറുത്ത കോട്ടും സ്യൂട്ടും, പള്ളിയുടെ വാതിൽക്കലെത്തി അയാൾ നിൽക്കുന്നു. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സീൻ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഡിവിഷനാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പം നിങ്ങളൊരു തിരക്കഥാകൃത്താണ്, പക്ഷേ നിങ്ങൾക്ക് ഫിലിം ഡയറക്ഷനെ കുറിച്ച് ഒരു നോളജും ഇല്ല, നിങ്ങളൊരു തിരക്കഥ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിലൂടെ അത് സിനിമയാക്കി ഒരു പ്രീ വിഷ്വലൈസ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്ഷനോ ഷോർട്ട് ഡിവിഷനോ ഷോർട്ട് ലിസ്റ്റോ ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഇവിടെ ക്വിക്ക് കൊടുത്തിട്ട് ഷോർട്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഈ പറഞ്ഞ കണക്ക് ഷോർട്ട് ലിസ്റ്റ് അവിടെ തന്നെ ജനറേറ്റ് ചെയ്ത് തരും. അതൊരിക്കലും നിങ്ങളുടെ സിനിമ ആയിരിക്കില്ല, എന്താണോ നിങ്ങൾക്ക് തരുന്നത് അതായിരിക്കും. അപ്പോൾ ഒന്നും അറിയാത്തൊരു ബിഗിനറിന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും, പക്ഷേ നിങ്ങൾ പഠിച്ചിട്ട് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തതാണ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സിനിമാറ്റിക് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ സിനിമാറ്റിക്കിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഒരു 50% നിങ്ങൾക്ക് മാനുവലി ഇൻപുട്ട് കൊടുക്കുന്നു, ബാക്കി 50% നിങ്ങൾ കൊടുത്ത ഇൻപുട്ടിൽ എന്തെങ്കിലും എററോ അല്ലെങ്കിൽ സിനിമാറ്റിക് രീതിയിൽ എന്തെങ്കിലുമൊക്കെ എറേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മോശമല്ലാത്ത ഒരു ഔട്ട് തരും. എനിക്കിവിടെ വേണ്ടിയിരുന്നത് മാർക്കോ ഫിലിമിൽ ഏകദേശം എന്താണോ കാണിച്ചത് അതേപോലെ ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഞാനിവിടെ ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് മാനുവലി തന്നെയാണ്, അതായത് ഇതിൽ നിങ്ങൾ കാണുന്ന എല്ലാ ഷോട്ടുകളും അല്ലെങ്കിൽ എല്ലാ പറയുന്ന അതായത് വിഷ്വലി നിങ്ങൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ AI വെച്ച് തന്നെ ജനറേറ്റ് ചെയ്താണ്. മാനുവലി ഞാൻ തന്നെ ഷോട്ട് എവിടെ വേണം, ക്യാമറ എവിടെ വെക്കണം, ആൾക്കാരെ എവിടെ നിർത്തണം എന്നെല്ലാം മാനുവലി ഡിസൈഡ് ചെയ്തിട്ട് ചെയ്തതാണ്. അതെങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും
നിങ്ങൾക്ക് എത്ര ഷോട്ട് വേണോ അതിവിടെ ക്ലിക്ക് ചെയ്താൽ താഴേക്ക് ഷോട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാമെങ്കിൽ താഴേക്ക് എത്ര വേണമെങ്കിലും ഷോട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീൻ ഞാൻ എങ്ങനെയാണ് ഷോർട്ട് ഡിവിഷൻ ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് വരികയാണ്. സ്ക്രീൻ പ്ലേയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ വരി എന്താണ്? വിക്ടറിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന പള്ളി. ഓക്കെ, ഈ ഒരു വേർഡിനെ എടുത്തിട്ട് ഇപ്പം മലയാളത്തിലാണ് യൂസർ ടൈപ്പ് ചെയ്തതെങ്കിൽ പോലും അതിനെ ഈ പറയുന്ന കണക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് അവിടെ വേണ്ട എന്താണ്, അതായത് വിക്ടറിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാമെന്ന് പറയുമ്പോൾ ഒരു പള്ളിയാണ് അവിടെ കാണിക്കേണ്ടത്. വിക്ടറിനല്ല അവിടെ പ്രാധാന്യം, ഒരു പള്ളിക്കാണ്. അത് AI മനസ്സിലാക്കിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ഫില്ല് ചെയ്ത് തരും. അതായത് ഇതാണ് ആദ്യത്തെ ഷോട്ടിൽ കാണിക്കേണ്ടത്, ഒരു പള്ളിയാണ് കാണിക്കേണ്ടത്. ആ പള്ളി എങ്ങനെ കാണിക്കണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അതായത് നോക്കിക്കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് വേണം, അല്ലെ വൈഡ് ഷോട്ട് വേണം, ക്ലോസ് വെച്ച് കാണിക്കണം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടാണ് എടുത്തിട്ടുള്ളത്. കാരണം ആദ്യം തന്നെ ഒരു പള്ളിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏത് ആംഗിളിൽ അത് കാണിക്കണം എന്നുള്ളത്, ക്യാമറ എവിടെ വെക്കണം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഐ ലെവലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഷോട്ട് ഇൻറ്റീരിയർ വേണോ എക്സ്റ്റീരിയർ വേണോ എന്ന് ഇവിടെ യൂസറിന് സെലക്ട് ചെയ്യാൻ പറ്റും. അത് ഞാനിവിടെ എക്സ്റ്റീരിയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോട്ടിൽ മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിക്കണോ വേണ്ടേ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കോ എന്ന് പറഞ്ഞ് സെലക്ട് ആവും, ഇല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു ഷോട്ടിൽ മാർക്കോ ഇല്ല, പള്ളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ നിങ്ങൾക്ക് അടുത്ത ഷോട്ടിലേക്ക് പോകാം. അതായത് രണ്ടാമത്തെ ഷോട്ട് എന്താണ്? അതായത് രണ്ടാമത്തെ ഷോട്ട് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് നമുക്ക് പോകാം. അതായത് പള്ളി മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്ന കറുത്ത ഡിഫൻഡർ കാർ. ഓക്കെ, അതായത് പള്ളി മുറ്റത്തേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നു. അതും ഈ പറയുന്ന നമുക്ക് മലയാളത്തിലുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഡിസ്ക്രിപ്ഷൻ വന്നോളൂ. എന്താണ്? എ ന്യൂ ബ്ലാക്ക് ഡിഫൻഡർ കാർ അപ്രോച്ച് ദ ചർച്ച് സ്റ്റോപ്സ് റെയിൻ ഫാളിങ്. ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതായത് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാം. ഓട്ടോമാറ്റിക് അവിടെ വന്നോളും. നിങ്ങൾക്ക് ഷോർട്ട് ഡിവിഷൻ അനുസരിച്ച് ഇഷ്ടത്തിൽ ആ ഒരു മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അങ്ങനെ എത്ര ഷോട്ട് ഉണ്ടോ അത്രയും ഷോട്ടുകൾ ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മാർക്കോ വന്ന സീനുകളിലൊക്കെ ഞാനത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സീനിന് വേണ്ട ഷോർട്ട് ഡിവിഷനും ഷോർട്ട് ലിസ്റ്റും എല്ലാം തന്നെ നമുക്ക് ഇവിടെ തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ചെറിയ സീനിന് വേണ്ടിയിട്ട് 16ഓളം ഷോട്ടുകളാണ് ഞാൻ ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത സ്റ്റേജിങ്ങിലേക്ക് പോകാം. അതായത് ഞാൻ ഫിലിം ഡയറക്ഷൻ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സ്റ്റേജിങ് ആൻഡ് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞത്. അതായത് എന്താ പറയുക, ക്യാമറ എവിടെ വെക്കണം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എവിടെ നിൽക്കണം, ഒരു സ്റ്റേജിൻ്റെ എവിടെ ആർട്ടിസ്റ്റ് നിൽക്കണം, അവരെങ്ങോട്ട് പോകണം, അവർ ആരെ ഫേസ് ചെയ്യണം, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നതാണ് സ്റ്റേജിങ് ബ്ലോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ സ്റ്റേജിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു ഷോട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ ഷോട്ടിൽ ക്യാമറ എവിടെ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ക്യാമറ ഇവിടെ ഞാൻ സെൻറ്ററിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫോർഗ്രൗണ്ട് കാണാൻ പറ്റും, മിഡ് ഗ്രൗണ്ട് കാണാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്യാമറയുടെ ആ ഒരു പൊസിഷൻ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം. അതായത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാമറയുടെ ആ ഒരു ഫോക്കസും മറ്റ് പൊസിഷനും എല്ലാം മാറ്റാൻ പറ്റും. അതിന് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ട് മാറ്റി വെക്കാനും പറ്റുന്നതാണ്. ഓക്കെ, ഞാനപ്പോൾ നേരെ അതിനെ ആ ഇരുന്ന പൊസിഷനിലേക്ക് തന്നെ മാറ്റി വെക്കുകയാണ്. അതായത് ആ ഒരു സെൻറ്ററിലേക്ക് വെക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പം കൊടുത്തിരുന്ന ആ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട്, ഐ ലെവൽ, എക്സ്റ്റീരിയർ. ഇവിടെ നിങ്ങൾക്ക് ക്യാമറയുടെ ആ ഒരു ഫോക്കൽ ലെങ്ത് മാറ്റാം. 24 ആക്കാം, അല്ലെങ്കിൽ ടെലിഫോട്ടോ ആക്കാം. ഞാനിവിടെ ജസ്റ്റ് നോർമൽ കൊടുത്തേക്കാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ഷോർട്ട് ഡിവിഷൻ നടത്തിയ സമയത്ത് ഡിസ്ക്രിപ്ഷനിൽ എന്താണോ വന്നത് അതും ഇവിടെ ഓട്ടോമാറ്റിക് ഫിൽ ആവുന്നതാണ്. നിങ്ങൾക്ക് ലൈറ്റിംഗ് വേണേൽ മാറ്റാം, നാച്ചുറൽ മാറ്റാം, കൂള് മാറ്റാം, ഇഷ്ടമുള്ള ലൈറ്റിംഗ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ലൈറ്റിംഗ് കൊടുക്കാൻ നേരം ആ സെയിം ലൈറ്റിംഗ് ആയിരിക്കണം ഈ കാണുന്ന എല്ലാ ഷോട്ടിലും കൊടുക്കേണ്ടത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത്രയും സെറ്റപ്പിലൂടെ എന്താണ് ക്യാമറ കാണുന്നതെന്നുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ, ക്യാമറ എന്താണ് കാണുന്നതെന്നുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഷോട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സിനിമാറ്റിക് റിയലിസ്റ്റിക് ഫിലിം ഫ്രെയിം ലൈവ് ആക്ഷൻ മൂവി ഷോട്ട് സീൻ. ആ ഒരു സീൻ ഹെഡിങ് ഇവിടെ വന്നിട്ടുണ്ട്. എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടാണ്, ഹൈ ലെവലാണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം എ വൈഡ് ഷോട്ട് ഓഫ് ദ ഓൾഡ് ചർച്ച് ഓൺ എ റെയിനി ഡേ സെറ്റിംഗ് എ സോംബർ മൂഡ്. ഇത് AI ജനറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുത്ത ഇൻപുട്ട് എല്ലാം കൂടെ വെച്ചിട്ട് ഈ ഒരു സാധനം എല്ലാം അവിടെ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഈ കാണുന്നത് പ്രോംപ്റ്റ് അല്ല, ഈ പറയുന്ന ഇൻപുട്ട് വെച്ചിട്ട് ബാക്ക് എൻഡിൽ ഈ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തന്നെ സെറ്റ് ചെയ്യും. ആ പ്രോംപ്റ്റ് യൂസറിന് കാണാൻ പറ്റില്ല. ഓക്കെ, ആ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ കുറച്ച് ട്രെയിനിങ് കൊടുത്തിട്ട് എങ്ങനെയായിരിക്കണം ഒരു ഷോട്ട് വരേണ്ടതെന്നുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മളുടെ തന്നെ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളൊരു പ്രോംപ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് യൂസർ ഈ പറയുന്ന നമുക്ക് ജനറേറ്റ് സ്റ്റോറി ബോർഡ് എന്നായിരിക്കും ഇവിടെ വരുന്ന ഓപ്ഷൻ. ഇപ്പോൾ ഞാൻ ഓൾറെഡി ജനറേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇമേജ് വരികയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ, ഓക്കെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞാൻ ജസ്റ്റ് വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ റീജനറേറ്റ് ആവുന്നതാണ് മറ്റൊരു പള്ളിയായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പം ഓൾറെഡി ഇതെല്ലാം ചെയ്തത് ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് റീജനറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു പള്ളി റീജനറേറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മറ്റൊരു പള്ളി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് ആ ഒരു പള്ളി സെലക്ട് ചെയ്തിട്ട് ആ ഒരു പള്ളിയെ ബേസ് ചെയ്തിട്ട് മുന്നിലേക്കുള്ള എല്ലാ സീനും ബിൽഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ പള്ളിയല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴയ പള്ളിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെർഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ വെർഷനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ജനറേറ്റ് ചെയ്ത പല ഡിഫറൻറ്റ് പള്ളികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ആദ്യമായിട്ട് ചെയ്ത സമയത്ത് വന്നിരുന്ന ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്ത സമയത്ത് വന്നിരുന്ന മോശം ഒരു പള്ളിയാണ്. പിന്നീട് പല ടൈപ്പ് പള്ളികൾ ഇവിടെ വന്നു. അതിൽ നിന്ന് ഞാൻ ഈ ഒരു പള്ളിയായിരുന്നു സെലക്ട് ചെയ്തത്. നമുക്ക് ആ ഒരു പള്ളിയിലേക്ക് മാറ്റി സെലക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇതാ ഈ ഒരു സീനിൽ കാണുന്ന എത്ര ഷോട്ടുകളുണ്ടോ അത്രയും ഷോട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ബോർഡുകൾ നിങ്ങൾ കൊടുത്ത ആ ഒരു ഷോർട്ട് ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഷോട്ടിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ആ ഷോട്ട് വൈഡ് ഷോട്ടാണ്, ബേഡ് ഐ ആണ് ക്യാമറ, അതായത് മുകളിൽ താഴെ വെച്ചിട്ട് താഴോട്ടാണ് എടുക്കേണ്ടതെന്നുള്ളത് ആ ഒരു ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ഡിഫൻഡർ കാറിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ, അതായത് മുകളിൽ ക്യാമറ വെച്ചിട്ട് താഴോട്ടുള്ള ആ ഒരു ഷോട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ഇത്രയും 16 ഷോട്ടുകൾ ഞാനിവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാണിച്ച് വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ വ്യൂ ഫുൾ സ്റ്റോറി ബോർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മൊത്തം ഈ സീനിന് വേണ്ടി ഞാൻ എത്ര സ്റ്റോറി ബോർഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും സ്റ്റോറി ബോർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഷോട്ട് 1, ഷോട്ട് 2, ഷോട്ട് 3, ഷോട്ട് 4 എന്ന് പറഞ്ഞിട്ട് ആ ഒരു മാർക്കോ പള്ളി കാണിക്കുന്നുണ്ട്. കാർ വരുന്നു, കാറിൽ നിന്ന് അയാൾ ഇറങ്ങുന്നു, മാർക്കോ നടന്നു പോകുന്നു. ഇങ്ങനെ ഈ പറയുന്ന കണക്ക് നിങ്ങൾക്ക് ഇപ്പോൾ 7ാമത്തെ ഷോട്ട് ഉണ്ടല്ലോ എക്സ്ട്രീം ക്ലോസപ്പ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ എല്ലാ ഷോട്ടുകളും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനും ആ ഒരു ഷോർട്ട് ലിസ്റ്റ് എന്താ പറയുക, ആ ഒരു സ്റ്റോറി ബോർഡും ഷോർട്ട് ലിസ്റ്റും എല്ലാം തന്നെ ഇവിടെ തയ്യാറാക്കാനായിട്ട് പറ്റും. അതായത് തിരക്കഥ കൊടുക്കുക, നിങ്ങളുടെ ഡയറക്ഷൻ നിങ്ങളിവിടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കിതിനെ എങ്ങനെ വീഡിയോ ആക്കുമെന്ന് അറിയണ്ടേ? വീഡിയോ ആക്കാനായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത് ഈ ഒരു ഷോട്ടിലേക്ക് വന്നു. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഷോട്ടല്ലേ. അപ്പോൾ ആ ഒരു ഷോട്ട് എടുത്തിട്ട് ആ ഒരു സ്റ്റോറി ബോർഡ് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റോറി ബോർഡിൻ്റെ സ്റ്റേജിങ്ങിലേക്ക് പോവുക. സ്റ്റേജിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ ഇമേജ് ജനറേറ്റ് ചെയ്ത് അതിൻ്റെ താഴേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്കത് വീഡിയോ ആക്കി മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മൾ ജനറേറ്റ് ചെയ്തിരുന്ന ആ ഒരു ഇമേജ്. അതിൻ്റെ തൊട്ട് താഴേക്ക് വരികയാണെങ്കിൽ അതിനെ വീഡിയോ ആക്കി മാറ്റുന്നുണ്ട്. ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ നേരം ആ ഒരു ഷോട്ടിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഈ ഒരു സ്റ്റോറി ബോർഡ് ജനറേറ്റ് ചെയ്ത സമയത്ത് ആ ഒരു ഇമേജിൽ ആഡ് ചെയ്യാത്ത എന്തെങ്കിലും പുതിയതായിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ നേരം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനനുസരിച്ച് അതിൽ ഇൻപുട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഷോട്ടിൽ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് ഡയലോഗ് ഉണ്ടെങ്കിൽ ആ കഥാപാത്രം ആരാണെന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ ഡയലോഗ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഷോട്ടിൽ ഡയലോഗ് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നോ ഡയലോഗാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഷോട്ടിൽ ആരൊക്കെയാണോ ക്യാരക്ടേഴ്സ് ഉള്ളത് അവരുടെ എല്ലാം പേര് ഇവിടെ വരുന്നതാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ആരാണോ ക്യാരക്ടർ അയാളുടെ എന്താണ് പറയുന്നുള്ള ഡയലോഗ് നിങ്ങൾക്ക് ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ തന്നെ ഓഡിയോ ജനറേറ്റ് ആയി വരുന്നതാണ്. ഇതിനൊപ്പം തന്നെ വോയിസ് സെലക്ട് ചെയ്യാൻ പറ്റും, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ അയാളുടെ ഏജ് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആക്സെൻറ്റ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇമോഷൻ ഉണ്ടെങ്കിൽ ആ ഇമോഷൻ എന്താണെന്ന് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞ രീതിയിൽ എല്ലാം കൊടുത്തിട്ട് വീഡിയോ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ റിയൽ പ്രൊഡക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഇതൊന്നും തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോഴാണോ ക്യാരക്ടറിന്, അതായത് നമ്മൾ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഒരു ക്യാരക്ടറിനെ ലോക്ക് ചെയ്തില്ലേ, ആ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്യാരക്ടറിൻ്റെ ഈ പറഞ്ഞ ഏജും അല്ലെങ്കിൽ അയാളുടെ ആ ഒരു വോയിസും കാര്യങ്ങളും എല്ലാം ലോക്കായിരിക്കും. ആ വോയിസും ആ ഒരു ലുക്കും തന്നെയായിരിക്കും എൻ്റെ സ്ക്രീൻ പ്ലേയിലും സിനിമയിലും ഉണ്ടായിരിക്കുക. ആ ഒരു രീതിയിലേക്ക് നമ്മളത് അപ്പം ഡെവലപ്പ് ചെയ്ത് എത്തിച്ചിരിക്കും. ഇപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഡയലോഗും ആ ഡയലോഗിൻ്റെ ഇമോഷനും അതിൻ്റെ ആ ഒരു പേസിങ്ങും സ്പീഡും മാത്രമായിരിക്കും ഇവിടെ നിങ്ങൾ മാനുവലി ഇൻപുട്ട് കൊടുക്കേണ്ടി വരിക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലാ ഷോട്ടുകളിലേക്കും പോയിക്കൊണ്ട് ഈ പറഞ്ഞ കണക്ക് ആ ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനകത്തൊരു കിടിലം പരിപാടി ഞാൻ കാണിച്ചു തരട്ടെ. അതായത് ഇപ്പോൾ 12ാമത്തെ ഷോട്ട് എടുത്തു. ഈ ഷോട്ടിൽ ക്യാമറ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടത് മാർക്കോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ക്യാമറയിലേക്ക് നേരെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ മാർക്കോയുടെ ഫേസിങ് എങ്ങോട്ട് നോക്കണമെന്നുണ്ട്. ഞാൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി തിരിഞ്ഞ് നിൽക്കും. ഈ കുട മാറ്റിയിട്ട് തിരിഞ്ഞ് ഞാൻ ജനറേറ്റ് കൊടുത്തിട്ട് പുള്ളി തിരിഞ്ഞ് നിൽക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ ഈ പറഞ്ഞ നമുക്ക് ഫേസിങ്ങും ബാക്കി പുള്ളി അതുപോലെ സ്റ്റാൻഡിങ് ആണ്. സ്റ്റാൻഡിങ് ആക്കിയിട്ട് നേരത്തെ നടക്കുന്ന ഷോട്ട് കാണിച്ച സമയത്ത് അത് വാക്കിംഗ് ആയിരിക്കും. അങ്ങനെ നമുക്കിതെല്ലാം സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്ത് കഷ്ടപ്പെടേണ്ട. നിങ്ങൾ ഈ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ പ്രോംപ്റ്റ് മാറിയിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാത്തിനെയും തന്നെ ഡൗൺലോഡ് ചെയ്തൊരു ബണ്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഫൈനൽ ഔട്ട് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കണ്ട വിഷ്വൽ മുഴുവൻ 100% AI ജനറേറ്റഡ് ആണ്. അതിൻ്റെ സൗണ്ട് നിങ്ങൾ ആ ഉപയോഗിച്ച സൗണ്ട് എന്ന് പറഞ്ഞാൽ റിയൽ സിനിമയിൽ നിന്ന് എടുത്ത സൗണ്ടാണ്, ആ ഒരു ഫീൽ കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ മുന്നിലേക്ക് ഈ പ്രൊഡക്റ്റ് ഫൈനലൈസ് ചെയ്ത് എത്തിക്കുക, ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കുന്ന സമയത്തൊക്കെ ഈ പറഞ്ഞ കണക്ക് ഡയലോഗ് ആണെങ്കിലും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും
പാട്ടുകളാണെങ്കിലും ഇതെല്ലാം തന്നെ എയിലൂടെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതെല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ഇൻബിൽട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എന്താണോ അതാണ് നിലവിലുള്ള ഐറയുടെ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം എന്നായിരിക്കും ഇത് പബ്ലിക്കിൽ റോൾ ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ചോദിക്കാമല്ലേ. അപ്പോൾ അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആൻസർ പറയുകയാണെങ്കിൽ ഇപ്പോൾ 1-2 സെലക്റ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡയറക്ടേഴ്സിന് കൊടുത്തിട്ട് അവരെ കൊണ്ടൊന്ന് യൂസ് ചെയ്യിച്ചിട്ട് ഓക്കെ അവർക്ക് എന്താണ് തോന്നുന്നത് അവരുടെ ഇൻപുട്ട് കൂടി എടുത്തിട്ട് ആണ് കാര്യങ്ങൾ മുന്നിലേക്ക് ഡെവലപ്പ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ പറഞ്ഞ കണക്ക് ഞാൻ തന്നെ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാനത് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അതുമാത്രം പോരാ എന്നുള്ളതാണ്. അങ്ങനെ ഈ പറയുന്ന ഡയറക്ടേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് വെച്ചിട്ട് അതിനെ അടുത്തൊരു ലെയർ ബെറ്റർ ആക്കിയിട്ട് പബ്ലിക്കിന് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് നിങ്ങളിൽ, അതായത് ഒരു 100ഓളം ആൾക്കാർക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നിട്ട് നിങ്ങളെക്കൊണ്ട് പല ഘട്ടങ്ങളിൽ ഇത് യൂസ് ചെയ്ത് നോക്കിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് ഞാൻ ഈ പറഞ്ഞ കണക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡയറക്ടേഴ്സിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നു, അതുപോലെ തന്നെ പ്രൊഫഷണൽ അല്ലാത്ത ഇതുവരെ സിനിമ ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ സിനിമയിലേക്ക് കയറാൻ ആഗ്രഹമുള്ള, അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് അവരിൽ നിന്നും എടുക്കുന്ന ഇൻപുട്ടൊക്കെ വെച്ചിട്ട് ആയിരിക്കും ഇതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് വേണം എനിക്കിത് ആളുകളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനായിട്ട്. കാരണം എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ എന്താണോ നിങ്ങൾ കണ്ടത് ഇതിനെ എനിക്ക് നാളെ തന്നെ റോൾ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് തരാം. പക്ഷേ അങ്ങനെ തരുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് മേ ബി അതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അതായത് ഒരു വീഡിയോ ജനറേഷൻ പ്രൊഡക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ സ്ക്രിപ്റ്റ് കൊടുക്കാം, വീഡിയോ കിട്ടും, അല്ലെങ്കിൽ ഇമേജ് കിട്ടും, ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും, സ്റ്റോറി ബോർഡൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കതല്ല വേണ്ടത്. ആക്ച്വൽ ഫിലിം ക്വാളിറ്റിയിൽ എനിക്കിത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതായത് ഇതൊരിക്കലും ഒരു AI വീഡിയോ ജനറേഷൻ ടൂളല്ല. AI വീഡിയോ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടൂൾ കണ്ടാലും അവൈലബിൾ ആണ്. ഇതൊരു AI ഫിലിം മേക്കിംഗ് ടൂളാണ്. AI വീഡിയോ ജനറേഷനും AI ഫിലിം മേക്കിംഗ് തമ്മിൽ ആനയും ആടിൻ്റെയും വ്യത്യാസമുണ്ട്. ആ ഒരു വ്യത്യാസം കൊണ്ടുവരാനാണ് ഞാനിതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇതൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു 20% മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും ഒരു 80% പണികൾ ബാക്കി കിടപ്പുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഈ ഒരു സാധനം മുന്നോട്ട് കൊണ്ടുവന്നത് ബൂട്ട് സ്ട്രാപ്പ് ചെയ്തിട്ടാണ്. അതായത് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ബിൽഡ് ചെയ്യാനായിട്ടുള്ള മുഴുവൻ ചിലവും ഞാൻ എൻ്റെ തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്ത് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് ആരും ഹെൽപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് റേസ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ പക്ഷേ ഈ പറഞ്ഞ കണക്ക് മുന്നിലേക്ക് ഇതൊരു നല്ല പ്രൊഡക്റ്റായിട്ടൊരു ബാക്കിയുള്ള 80% കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് യൂസേഴ്സിലേക്ക് എത്തിക്കണമെങ്കിൽ ഈ പറഞ്ഞ കണക്കും കുറേയധികം ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ പൈസയുടെ ആവശ്യമുണ്ട്. പ്രധാനമായിട്ടും ചിലവ് വരുന്നതെന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഡേറ്റ കളക്ഷനാണ്. അതായത് ഒരുപാട് ആൾക്കാരെ കൊണ്ട് ഒരു 1000-2000 പേരെ കൊണ്ട് ഇത് ഉപയോഗിപ്പിച്ചിട്ട് അവരെല്ലാം ഉപയോഗിച്ചിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണോ അവർക്ക് ഫേസ് ചെയ്യുന്നത് ആ പ്രശ്നങ്ങളെല്ലാം എടുത്ത് സോൾവ് ചെയ്തിട്ട് ഒരു ബെറ്റർ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ആളുകളിലേക്ക് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിനൊക്കെ അത്രയും ആൾക്കാർക്ക് ഇത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്രയും ഈ പറയുന്ന നമുക്ക് ജനറേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ API കോസ്റ്റും മറ്റ് കോസ്റ്റുകളൊക്കെ കവർ ചെയ്ത് വരുമ്പോഴെങ്കിൽ നല്ലൊരു എമൗണ്ട് ചിലവ് വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ആ ഒരു ഗ്രാൻറ്റിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പിൻ്റെ ഗ്രാൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നുമില്ല, ഗവൺമെൻറ് ഇത്തരം സ്റ്റാർട്ടപ്പുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നൊരു ഫണ്ടാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഒന്നും തരില്ല. നമ്മളത് അപ്ലൈ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടാൽ അവരിത് തരുമെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് റോൾ ഔട്ട് ചെയ്യാനും നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റുമെന്നുള്ളതാണ്. ഇൻ കേസ് ഈ പറഞ്ഞ നമുക്ക് ഫണ്ടിങ്ങോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കണ്ട് ഈ പറഞ്ഞ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാൻ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേ കൂടെ ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് എനിക്ക് എത്തിക്കാനായിട്ട് പറ്റും. ഇനി അതല്ല ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ നമ്മളിപ്പോൾ എങ്ങനെയാണോ ഇവിടം വരെ എത്തിയത് അതേപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് എൻ്റെ തന്നെ കയ്യിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചെറിയ രീതിയിൽ മുന്നോട്ട് പോയിട്ട് കുറച്ച് ലേറ്റ് ആയാൽ പോലും ഈ ഒരു സാധനം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മുടെ ഈ ഒരു ജേണിയുടെ ഭാഗമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഐറയുടെ പ്രോ നിങ്ങൾ എടുത്താൽ മാത്രം മതി. ഐറയുടെ പ്രോ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഈ ഒരു ജേണിയിൽ അതൊരു ചെറിയ ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് എനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പം എനിക്ക് തോന്നുന്നു 50-നടുത്ത ആൾക്കാർ ഐറ പ്രോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഐറയുടെ പ്രോ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഈ ഒരു ജേണിയിൽ എൻ്റെ ഒപ്പം തന്നെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ശക്തമായിട്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യൻ സിനിമയെ ഐറയിലൂടെ ഡെമോക്രറ്റൈസ് ചെയ്തിരിക്കും. അതായത് ഏതൊരു സാധാരണക്കാരനും സിനിമയിലേക്ക് ആക്സസ് നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും